നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ വഴിമുട്ടി നിൽക്കുന്ന പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ ആരെനിക്ക് വേണ്ടി ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം. ഈ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വീണ്ടും ദൈവവചനം പങ്കിടുവാൻ ലഭിച്ച നല്ല അവസരത്തെ ഓർത്ത് സ്തോത്രം. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യമാണ്. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ഇതിലെ ചിന്ത ദൈവത്തിൻ്റെ കരുതലും സൂക്ഷിപ്പും എന്നുള്ള ഒരു ചിന്തയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. ഇതിനൊരു തലവാചകം കൊടുത്താൽ ഇങ്ങനെ പറയാം: ദൈവത്തിൻ്റെ കരുതലും സൂക്ഷിപ്പും. ദൈവത്തിൻ്റെ കരുതൽ സൂക്ഷിപ്പും ആണ് ഒരു മനുഷ്യനെ എപ്പോഴും ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന പ്രേരക ഘടകം. കാരണം ദൈവത്തിൻ്റെ കരുതൽ അവർണ്ണനീയമാണ്. മനുഷ്യർക്കാർക്കും കണക്ക് കൂട്ടുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു കരുതലാണ് ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ചത്. ആ കരുതലിന്റെ ആഴം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് അബ്രഹാം. മോറിയ മലയുടെ മുകളിൽ ഒരു കരുതൽ വെളിപ്പെടും എന്ന് തനിക്കുള്ള ദൈവത്തിലുള്ള ശുഭാപ്തി വിശ്വാസം കൊണ്ട് മകൻ ചോദിച്ചു, എവിടെയാണ് ആട്ടുകൊറ്റൻ? ഒരു ചഞ്ചലിപ്പുമില്ലാതെ ആ പിതാവ് ദൈവാശ്രയ ബോധത്തോടെ പറഞ്ഞു, യഹോവ ഇരേ, ദൈവം കരുതും. സ്തോത്രം. പ്രിയരെ, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ വഴിമുട്ടി നിൽക്കുന്ന പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ ആരെനിക്ക് വേണ്ടി കരുതും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഈ വേദഭാഗം പല ആവർത്തി നിങ്ങൾ വായിക്കണം. ദൈവത്തിൻ്റെ കരുതലും ആ സൂക്ഷിപ്പും എത്ര അവർണ്ണനീയമാണെന്ന് ഈ വേദഭാഗം നമ്മെ വിളിച്ചു പറയുകയാ. തലയിലെ രോമം പോലും എണ്ണപ്പെട്ടിരിക്കുകയാണ്. അപ്പോ സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യനെ കുറിച്ച് ദൈവത്തിന് എപ്പോഴും ഒരു കരുതലുണ്ട്, ഒരു സൂക്ഷിപ്പുണ്ട് എന്നുള്ളതാണ് ഈ വാക്യം നമ്മെ ഓർപ്പിക്കുന്ന വളരെ ആഴമായ സത്യം. അതുകൊണ്ട് ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന ശ്രോതാവേ, സ്തോത്രം. നിങ്ങളുടെ മുമ്പിൽ സാഹചര്യങ്ങൾ വഴിമുട്ടി നിൽക്കുന്നു എങ്കിലും ആരെനിക്ക് സുരക്ഷിതത്വം ഒരുക്കും എന്നുള്ള ചിന്ത നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ, സ്തോത്രം, എപ്പോഴും ദൈവത്തിൻ്റെ കരുതലിലും സൂക്ഷിപ്പിലുമാണ് ഓരോ നിമിഷവും നമ്മുടെ ചുവടുകൾ മുമ്പോട്ട് പോകുന്നത് എന്നത് നാം ആരും മറന്നു പോകണ്ട. അതുകൊണ്ട് ഈ ശബ്ദ സന്ദേശത്തിൽ കൂടെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള യാഥാർത്ഥ്യം ഇതാണ്: ദൈവം ഒരുക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നാത്ത കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കർമ്മ പദ്ധതിക്കകത്ത് മനുഷ്യന് വേണ്ടി എല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വേണ്ടതെല്ലാം ദൈവം കരുതിയിട്ടുണ്ട്. സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന അരിമനാഥന്റെ അവസാന വാക്കുകൾ ഇതിനോട് ചേർത്ത് പഠിക്കുമ്പോൾ തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു: ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, അല്ലെങ്കിൽ അക്കംപ്ലിഷ്ഡ് എന്നൊരു പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. സകലവും നിവർത്തിയായി. ഇനിയും ശേഷിപ്പൊന്നും തൻ്റെ ജീവിതം കൊണ്ട് മനുഷ്യരാശിക്ക് വേണ്ടി നിവർത്തീകരിക്കുവാൻ ബാക്കി വെച്ചിട്ടല്ല യേശു കർത്താവ് പോയത്. സകലതും നിവർത്തീകരിച്ച് പൂർത്തീകരിച്ചു മടങ്ങിയ ഒരു നായകൻ നമുക്കുണ്ട്. ആ നായകൻ വിളിച്ചു പറയുന്നു, സ്തോത്രം, നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കരുതലും സൂക്ഷിപ്പും അനുനിമിഷവും
അനുഭവിച്ചറിയുന്ന ദൈവ പൈതലെ, ഏത് സ്ഥലത്തായിരുന്നാലും ദൈവത്തിന്റെ സൂക്ഷിപ്പ് നമ്മളോടുണ്ട്, ദൈവത്തിന്റെ കരുതലുണ്ട്. തലയിലെ രോമത്തെ പോലും കൗണ്ട് ചെയ്യുവാൻ, എണ്ണം എടുക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ ആ വലിയ കാര്യത്തെ, സ്തോത്രം, നമുക്ക് നമ്മുടെ ചിന്തകളിൽ പോലും ഒരുക്കി വെക്കുവാൻ കഴിയാത്ത തരത്തിൽ ആണ് ദൈവം നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, ദൈവമേ, ഞാൻ എവിടെ പോയാലും, ഏത് സാഹചര്യത്തിൽ ഞാൻ നിന്നാലും, ആരെനിക്ക് വേണ്ടി കരുതും എന്ന് ചിന്തിച്ചാലും, ഓടിപ്പോക്കിന് നടുവിൽ മരുഭൂമിയിലേക്ക് ഓടിപ്പോയപ്പോൾ ഒരു കരുതലും ഹാഗാർ കണ്ടില്ല. പക്ഷേ അവിടെയും ദൈവത്തിന്റെ കരുതൽ ഒരു ഉറവയിൽ കൂടെ വെളിപ്പെട്ടു. വിശ്വസിക്കാം, ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ കരുതലും സൂക്ഷിപ്പും കാണാൻ ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കും. വിശ്വസിക്കാം, ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കരുതലും സൂക്ഷിപ്പും ഇനിയും തുടർന്നുള്ള നാളുകളിൽ നമ്മളോട് ഒപ്പമുണ്ട്. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.